ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള 7 ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ചാനൽ രംഗത്തെത്തി. ഹിറ്റ് ലിസ്റ്റ് എന്ന പേരിൽ പുറത്തുവിട്ട ഈ പട്ടികയിൽ ഇസ്രായേലിന്റെ സുപ്രധാന സൈനിക രഹസ്യാന്വേഷണ മേധാവികളും ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രി നെതന്യാഹുവിനെ കൂടാതെ മൊസാദ് ഡയറക്ടർ ഡേവിഡ് ബാർണിയ, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഇയാൽ സാമിർ, എയർഫോഴ്സ് ചീഫ് തോമാർ ബാർ, മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ഷെലോമി ബൈഡർ, ഓപ്പറേഷൻസ് ഡയറക്ടർ മേധാവി ഇറ്റ്സിക് കോഹാൻ എന്നിവരാണ് പട്ടികയിലുള്ളത്. ഇറാനിലെ ഒഫേഗ് നെറ്റ്വർക്കാണ് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തത്. ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾക്ക് മുകളിൽ ക്രോസ് ഹയറുകൾ പതിപ്പിച്ച ഗ്രാഫിക്സ് ആണ് ചാനൽ ഉപയോഗിച്ചത്. നിങ്ങളുടെ മരണസമയം ഞങ്ങൾ നിശ്ചയിക്കും. ആബാബിലിനായി അഥവാ ഇറാൻ നിർമ്മിത ഡ്രോൺ കാത്തിരിക്കുമെന്ന് ഹീബ്രു ഭാഷയിൽ അവതാരകൻ ഭീഷണി മുഴക്കി. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ നീക്കം. അടുത്തിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനിടെ ഇസ്രായേൽ സൈന്യം ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പേർഷ്യൻ ഭാഷയിൽ ഒരു സന്ദേശം പുറത്തുവിട്ടു. വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ മൊസാദുമായി ബന്ധപ്പെടാനാണ് IDF ഇറാനികളോട് ആവശ്യപ്പെട്ടത്. മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന വേളയിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ പരസ്യമായ കൊലവിളി വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കും.